തൃക്കാക്കരയപ്പൻ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ഓണത്തിനിറ പഴമ നഷ്ടപ്പെടുത്താതെ ആചരിച്ചു പോരുന്ന ചില തറവാടുകൾ ഇന്നും നിലനിൽക്കുന്നു. ഓണക്കാലത്തു ഹൈന്ദവ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച ശേഷം പൂജ ചെയ്യുക പതിവാണ്. മഹാവിഷ്ണുവിന്റെ പ്രതീകമായിട്ടാണ് തൃക്കാക്കരപ്പനെ സങ്കൽപ്പിക്കുന്നത്. വാമനാവതാരത്തിൽ 3 അടി ഭൂമി മഹാബലിയിൽ നിന്നും അളന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ മൂന്നാമത്തെ തൃപ്പാദം കൊണ്ടാണ് ബലിയെ പാതാളത്തിലേക്ക് അയച്ചതെന്നു പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്. മഹാബലിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാബലിക്കുവേണ്ടി സുതലം എന്ന ഒരു പുതിയ വിശിഷ്ടലോകത്തെയും അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപദവിയും നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. തൃക്കാക്കരയപ്പനെ വച്ചുകഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കാരണവർ എല്ലാ ദിവസവും കാലത്തു ശുദ്ധയോടെ പൂജിക്കുന്നു. പൂവും മലരും അവിലും പഴവും പായസവും ഒക്കെ പൂജയ്ക്ക് ഉൾപ്പെടുത്താം. തിരുവോണനാളിൽ പൂവടകളുണ്ടാക്കി സ്ത്രീകൾ ഇവിടെ നിവേദിക്കുന്നതും പതിവാണ്. ഓണത്തപ്പൻ, തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പേരുകളിൽ ആ വാമനമൂർത്തിയെ അറിയപ്പെടുന്നത്. വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. തൃക്കാക്കരപ്പൻ മഹാബലിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മഹാബലിയെ വരവേൽക്കുന്നതിനായി മാതേർ വയ്ക്കുക എന്ന ചടങ്ങ് പണ്ടുകാലം മുതൽ ആചരിച്ചു വരുന്നു. കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ അത്തം വരെ പൂക്കളം ഒരുക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം മുതൽ മാതേർ വയ്ക്കുക എന്ന ചടങ്ങ് തുടങ്ങുന്നു. അത്തം ദിവസം താളിനിറ ഇലയിൽ 3 മാതേർ വയ്ക്കുന്നു. അന്നേ ദിവസം മാതേരിനെ ഓണപ്പൂവ് അണിയിക്കുന്നു. ഇക്കാലത്ത് ഈ പൂവ് അപൂർവമായേ കാണാറുള്ളൂ. അതിനുശേഷം ചിങ്ങമാസത്തിലെ മൂലം നാളിൽ മുറ്റത്ത് ചാണകം തേച്ച് അരിമാവ് കൊണ്ട് അണിഞ്ഞ് വാഴയിലയിൽ 5 മാതേർ വയ്ക്കുന്നു. അത്തം ദിവസത്തെ 3 മാതേർ എടുത്തുമാറ്റിയതിനുശേഷം അതിനുശേഷം പൂരാടം നാളിൽ 8 മാതേരും ഉത്രാടം നാളിൽ 12 മാതേരും തിരുവോണം നാളിൽ 16 മാതേരും തൃക്കാക്കരപ്പൻ ഉൾപ്പെടെ അതിനോടൊപ്പം തന്നെ മഹാബലി, മുത്തശ്ശിയമ്മ, കുട്ടിപ്പട്ടര് തുടങ്ങിയവയുടെ രൂപങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു. അന്നേ ദിവസം ആകെ 41 മാതേരുകൾ മൂലം മുതൽ തിരുവോണം വരെയുള്ളത് മുറ്റം മുതൽ പടിവരെ എത്തുന്നു. അന്നേ ദിവസം രാവിലെ ഗണപതി നിവേദ്യത്തിനുശേഷം അട നിവേദിക്കുന്നു. തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസം മാതേരുകൾ എടുത്തുമാറ്റുന്നു. അതിനുശേഷം കന്നിയിലെ ആയില്യം വരെ പൂക്കളം ഇടുന്നത് തുടരുന്നു.